ഉള്ളിലോട്ട് കഴിക്കാനുള്ള മരുന്നുകളുണ്ട്. ചിലപ്പോൾ മന്ത്രവും മരുന്നും ആവശ്യമായിരിക്കും. ചില ഇതൊന്നും ഇത് രണ്ടിലും പറ്റാത്ത വിധത്തിൽ ദേഹ ശുദ്ധീകരണം ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ തിരുവിഴ പോലുള്ള അമ്പലങ്ങളിലൊക്കെ ആ ഒരു ക്രിയയാണ് ചെയ്യുന്നത്, ഛർദ്ദിച്ച് കളയുക എന്നുള്ള ഭാഗം. അപ്പൊ അതില് ഛർദ്ദിച്ച് കഴിയുമ്പോൾ എത്ര പഴക്കമുള്ള സംഭവങ്ങളാണെങ്കിലും അത് പുറത്തേക്ക് ഒമിറ്റ് ചെയ്ത് പോവുകയാണ്. അത് വളരെ രസകരമായ കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ ഇത് ഒമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തി ഒമിറ്റ് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട് ഒമിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ നിസ്സാര കാര്യമല്ല. അത് ഒമിറ്റ് ചെയ്ത് ഈ സംഭവം പോയതിന് ശേഷം ആൾ വളരെ എനർജറ്റിക് അവിടെ നിന്ന് ഒരു പ്രസാദം കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒമിറ്റ് ചെയ്ത ഒരു വ്യക്തിയാണോ എന്ന് പോലും അറിയാത്ത വിധത്തിൽ ആൾ സ്മാർട്ടാവും. അപ്പൊ അതൊക്കെ നമ്മൾ വിശ്വസിച്ചേ മതിയാവുള്ളൂ. അതിൽ നിന്നൊക്കെ മോചനം ലഭിക്കാനായിട്ടുള്ള പ്രതിക്രിയകൾ കൂടി നമ്മൾ തീർച്ചയായിട്ടും ജാതകം നോക്കി പ്രശ്നം വെച്ച് അങ്ങനെ കണ്ടുപിടിച്ചെടുക്കണം. ഒരു വ്യക്തി അങ്ങനെ സ്മാർട്ടായിട്ട് പോകുന്ന ഒരാൾ പെട്ടെന്ന് സഡൻലി അയാളുടെ ആറ്റിറ്റ്യൂഡ് മാറുക, അയാൾ നിഷ്ക്രിയനാകുക, അല്ലെങ്കിൽ ഒരാളോട് പെട്ടെന്നൊരു പ്രണയം, അതിന് ഒരു നിയമം ഇല്ല, നിയമലംഘനം പോലെ, അതായത് ഒട്ടും ചേരാത്തതിനെ നമ്മൾ പോലും അക്സെപ്റ്റ് ചെയ്യാത്ത കേസ് നമ്മൾ വിട്ടുപോവുക, അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിന് കണ്ടെത്തുകയും കാണാം, പരിഹാരങ്ങൾ ഉണ്ട്. പ്രശ്നവശാൽ ഇത് കണ്ടുപിടിക്കാൻ പറ്റും. പ്രശ്നവശാൽ കണ്ടുപിടിക്കാൻ പറ്റും, ഗ്രഹനിലയിൽ കണ്ടുപിടിക്കാൻ പറ്റും, ഒക്കെ കണ്ടുപിടിക്കാം. എന്ന് വെച്ചാൽ ഈ പ്രത്യേക ഗ്രഹങ്ങളുടെ സംയോഗം കൊണ്ടും അതിന്റെ നിപ്പ് കൊണ്ടും സ്ഥിതി കൊണ്ടും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ആൾക്ക് ഇത് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ ഒരു ഗ്രഹ സംയോഗം കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളൊരു പ്രശ്നം കൂടി വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനുള്ള പരിഹാരം എവിടെയാണ് പോകേണ്ടത്, എന്താണ് കഴിക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്. മിക്കവാറും ത്വക്ക് രോഗങ്ങളൊക്കെ ഉണ്ടായ ചിലതും ശമിക്കില്ല. അതൊക്കെ ഈ ഉള്ളിലോട്ട് അത് അസ്വസ്ഥനാക്കാനാണ്. നമുക്കിങ്ങനെ പലതര രോഗങ്ങൾ ഇങ്ങനെ വന്ന് കാണാൻ ഭംഗിയില്ലാതെയാകുക, ശരീരത്തിൽ മുഴുവനും വ്രണങ്ങൾ ഉണ്ടാകുക, ഇതൊക്കെ നമ്മളെ ആത്മവിശ്വാസം കുറയ്ക്കും. അപ്പോൾ അതിനുവേണ്ടി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഔഷധവും വേണ്ടി വരും. അപ്പോൾ അതെന്താണ് വേണ്ടതെന്നുള്ളത് ശരിക്കും ഒരു ജ്യോതിഷിയെ കാണുക, അപ്പൊ അതിന് ശരിയായ മാർഗനിർദ്ദേശം എടുക്കുക. അതിലൂടെ പോയാൽ തീർച്ചയായിട്ടും പരിഹാരങ്ങളുണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.